ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ എം ടി ചെയർ ഫൈനൽ എക്സാം എന്ന മൂവിയാണ്. ഒരു സ്കൂളിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ എക്സാം എഴുതാൻ വരുവാണ്. ആ സമയത്ത് അമാനുഷികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ആ സ്കൂളിൽ നടക്കുന്നു. അതിനെ തുടർന്ന് അവർക്കുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. കഥ തുടങ്ങുന്നത് വലിയൊരു ഹൈസ്കൂൾ കാണിച്ചുകൊണ്ടാണ്. ഇന്നിവിടെ ഒരു എക്സാം നടക്കുന്നുണ്ട്. സോ കുട്ടികളെല്ലാം റെഡി ആയിട്ട് അങ്ങനെ എക്സാം എഴുതാൻ വേണ്ടി ഹാളിലേക്ക് എത്തുന്നു. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഏതൊരു എക്സാം ഹാളിലും നമ്മൾ കാണുന്ന കാഴ്ചകളാണല്ലോ. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുന്ന കുറെ പിള്ളേരും ഒന്നും പഠിക്കാതെ വന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിഞ്ഞ് മറ്റുള്ളവരെ നോക്കി കോപ്പി അടിക്കുന്ന പിള്ളേരും. അതേ അവസ്ഥയാണ് ഇവിടെ. ഇപ്പൊ അതുപോലെ രണ്ട് ചെക്കന്മാര് അവിടെ ഇരുന്ന് കോപ്പി അടിക്കാൻ ശ്രമിക്കുന്ന സമയം പ്രിൻസിപ്പൾ അവരുടെ റൂമിൽ ഇരുന്നുകൊണ്ട് CCTV-യിലൂടെ ഈ കാഴ്ചയെല്ലാം കാണുന്നു. അങ്ങനെ പുള്ളിക്കാരി മൈക്കിലൂടെ ആ എക്സാം ഹാളിൽ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുന്നു. ഇന്ന പോലെ രണ്ടുപേര് കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻവിജിലേറ്റർ അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് എത്തിക്കാൻ. അങ്ങനെ അനൗൺസ്മെന്റ് കേട്ടിട്ട് ഇൻവിജിലേറ്റർ ആ രണ്ട് ചെക്കന്മാരെ പ്രിൻസിപ്പൾ പറഞ്ഞ മുറിയിലേക്ക് എത്തിക്കുവാണ്. ആൺപിള്ളേര് മാത്രമേ ഇങ്ങനെ കോപ്പി അടിക്കുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ അതേ ഹാളില് ഇതുപോലെ മറ്റു രണ്ട് പെൺകുട്ടികളും കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം അവിടുത്തെ ഇൻവിജിലേറ്റർ കാണുവാണ്. അങ്ങനെ അവരെ നേരത്തെ ആ പയ്യന്മാരെ വിട്ട് അതേ സ്ഥലത്തേക്ക് വിടുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ആ കോപ്പി അടിച്ച 4 വിദ്യാർത്ഥികളെ കൊണ്ടിരുത്തിയിരിക്കുന്ന റൂം കാണിക്കുന്നു. അവിടേക്ക് ഇപ്പൊ ആ പ്രിൻസിപ്പൾ എത്തുവാണ്. ഈ സമയം പ്രിൻസിപ്പളിനോട് ആ പിള്ളേര് ചോദിക്കുന്നുണ്ട്, മേഡം ഞങ്ങൾക്കൊരു ചാൻസും കൂടി തരുമോ എന്ന്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളെ ഈ മുറിയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരാം. ഇങ്ങനെയും പറഞ്ഞ അവർക്ക് 4 പേർക്കും പ്രിൻസിപ്പാള് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു. ഇതിനുള്ള ഉത്തരങ്ങൾ ഭംഗിയായി നിങ്ങൾ എഴുതി തരണം. 1.5 മണിക്കൂറാണ് നിങ്ങൾക്കുള്ള സമയം. നിങ്ങൾക്ക് കിട്ടിയ ഈ ചാൻസിലും നിങ്ങൾ നേരത്തെ ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്ത പിന്നെ ഒരു എക്സ്ക്യൂസും ഉണ്ടാവില്ല. നിങ്ങൾ നേരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ പിള്ളേർ അതിനൊക്കെ പറയുന്നു. അങ്ങനെ അവരുടെ ഈ പുതിയ എക്സാമിനേഷൻ തുടങ്ങുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി വീണ്ടും ആ എക്സാമിനേഷൻ ഹാള് കാണിക്കുവാണ്. എക്സാമിന്റെ ടൈം തീരുന്ന ആ സമയത്ത് നന്നായി ഹാളിൽ എക്സാം എഴുതിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് വയലന്റ് ആവുന്നു. ഭ്രാന്ത് പിടിച്ച പോലെ അവൾ എന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ ഇൻവിജിലേറ്റേഴ്സ് ഇതെല്ലാം കണ്ടിട്ട് ആ കുട്ടിക്ക് എന്താ പറ്റിയെന്നൊക്കെ നോക്കുന്നു. പെട്ടെന്ന് ഈ കാര്യം പ്രിൻസിപ്പളിനെ വിളിച്ചറിയിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോ തന്നെ എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കി പ്രിൻസിപ്പാൾ അയ്യൂബ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വിളിക്കുന്നു. എന്നിട്ട് ഇന്നപോലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് താൻ എത്രയും വേഗം ഇങ്ങോട്ട് എത്തണം, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കും ഇതേപോലെയൊക്കെ സംഭവിക്കുമെന്ന് പ്രിൻസിപ്പാൾ പറയുവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പ്രിൻസിപ്പാൾ പറഞ്ഞതുപോലെ തന്നെ മറ്റു കുട്ടികൾക്കും ഇതേ കാര്യം സംഭവിക്കാൻ തുടങ്ങുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ പൊസസ്ഡ് ആയ കുട്ടികളാണെങ്കിൽ ആ ഹാളിലുണ്ടായിരുന്ന മറ്റുള്ള കുട്ടികളെ ആക്രമിക്കാനും തുടങ്ങുവാണ്. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ആകെ ഭയന്നു പോകുന്ന ബാക്കി കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. എന്നാൽ വയലന്റ് ആയ കുട്ടികളല്ല പുറകെ ചെന്നവരെ ആക്രമിക്കുവാണ്. അത് മാത്രമല്ല സ്വയം അവർ പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് വാല് തുറന്ന് എങ്ങനെയോ ബാക്കിയുള്ള കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അവർ പ്രിൻസിപ്പാളിനെ കാണുന്നു. അങ്ങനെ പ്രിൻസിപ്പാളിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാനൊക്കെ അവരെ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഈ സമയത്ത് പ്രിൻസിപ്പാൾ പറയുന്നുണ്ടെങ്കിലും അവർക്കത് വിശ്വാസം വരുന്നില്ല. അങ്ങനെ അവർ പ്രിൻസിപ്പാളിന്റെ വാക്ക് കേൾക്കാതെ നേരെ ഗേറ്റിന്റെ അടുത്തേക്ക് ഓടുവാണ്. എന്നാൽ ഈ സമയം സെക്യൂരിറ്റി ആണെങ്കിൽ അകത്ത് എക്സാം നടക്കുന്നതുകൊണ്ട് ഗേറ്റ് എല്ലാം പൂട്ടിയിട്ടിരിക്കുവായിരുന്നു. ഇതേസമയം വയലന്റ് ആയ ഒരു ചെക്കൻ അവിടെ ഓടി വന്ന് അവിടെ വെച്ച് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം ജീവനും കൊണ്ട് ചില പിള്ളേരാണെങ്കിൽ ആ ഗേറ്റ് ചാടി കടന്നൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് എത്തിയ ആ വയലന്റ് ആയ ചെക്കൻ അവരെ ആക്രമിക്കുന്നു. എന്നിട്ട് അവരോട് പറയാണ്, ഇനി എക്സാമിന്റെ ടൈം കഴിഞ്ഞിട്ടില്ല, എക്സാമിന്റെ ടൈം കഴിയാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയില്ല എന്ന്. അങ്ങനെ ആ ചെക്കൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ബാക്കിയുള്ള പിള്ളേര് ആകാംബരന്ന് നിൽക്കുവാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ആ വയലന്റ് ആയ ചെക്കനാണെങ്കിൽ അവിടെ വെച്ച് സ്വയം മരിക്കുന്നു. അവൻ മരിച്ചു വീഴുന്ന അതേ സമയം തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഇതേപോലെ പോസസ്ഡ് ആവുന്നു. അങ്ങനെ അവനും ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ട് പ്രിൻസിപ്പാൾ ആണെങ്കിൽ ആകെ ഭയക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പുറത്തു നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും അറിയാതെ കോപ്പി അടിച്ച 4 പിള്ളേരും മറ്റേ മുറിയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് കൊടുത്ത 1.5 മണിക്കൂർ അവസാനിക്കുകയാണ്. അങ്ങനെ ടൈം അവസാനിക്കുന്ന അതേ സമയം തന്നെ അവിടെയുള്ള ഇൻവിജിലേറ്റർ അവരുടെ എക്സാം ഷീറ്റ് വാങ്ങിയെടുക്കുന്നു. ഈ സമയത്താണ് പ്രിൻസിപ്പാളുടെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. സ്കൂളിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് അവസാനിക്കുന്നിടം വരെ ആരും സ്കൂൾ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ ശ്രമിക്കരുത്. അത് ആപത്താണ്. നമ്മളെല്ലാം ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അതേ ഇവിടെ എത്തുന്നിടം വരെ ദൈവത്തിൽ നമ്മൾ അഭയം തേടുക, അത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് അവർ പറയുന്ന സമയം ഇതെല്ലാം കേട്ട കുട്ടികളാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, ആപത്തൊന്നും വരുത്തില്ല എന്ന്. ഈ സമയത്താണ് പ്രിൻസിപ്പാള് വിളിച്ചു വരുത്തിയ അയ്യൂബ് അവിടേക്ക് എത്തുന്നത്. സെക്യൂരിറ്റി ആണെങ്കിൽ ആ സമയത്ത് ഗേറ്റ് അടച്ചിട്ടിരിക്കുവായിരുന്നില്ലേ, അത് ഇതുവരെ തുറന്നിട്ടില്ല. ഇപ്പൊ അത് തുറന്നു കൊടുത്താൽ മാത്രമേ അയ്യൂബിനകത്തേക്ക് വരാൻ കഴിയുള്ളൂ. എന്നത് തുറക്കാനാണെങ്കിൽ സെക്യൂരിറ്റിക്ക് ഒരു പേടി. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ അയ്യൂബ് ഗേറ്റ് തുറക്കാൻ അയാളോട് പറയുന്ന സമയം, സാറ് ഗേറ്റ് തുറക്കാൻ എനിക്ക് പേടിയാ, അതുകൊണ്ട് സാറ് തന്നെ തുറന്നോളാൻ പറഞ്ഞ് അയാൾ ആ കീ ഗേറ്റിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ കീ കിട്ടുമ്പോൾ ആ കീ ഉപയോഗിച്ച് അയ്യൂബ് ആ ഗേറ്റ് തുറന്നകത്തേക്ക് വരുവാണ്. ഈ സമയം അയ്യൂബിന്റെ കൂടെ ആ കാറില് അഖില എന്ന് പറയുന്ന ഒരു പെണ്ണും കൂടിയുണ്ട്. എന്തായാലും ഇപ്പൊ സ്കൂളിലേക്ക് എത്തിയ അവർക്ക് 2 പേർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ അവർ ഗേറ്റ് തുറന്ന അതേ സമയം തന്നെ ആ സ്കൂൾ കെട്ടിടത്തിലുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ ഈ ഒരു കാഴ്ച കണ്ട് അവിടുന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ച് ഗേറ്റിനടുത്തേക്ക് ഓടി വരുന്നു. ഇതേ സമയം തന്നെ അവരെ പുറത്തുവിടാത്ത രീതിയിൽ ഒരു അദൃശ്യ ശക്തി അവരെ ആക്രമിക്കുവാണ്. അത് മാത്രമല്ല, അതിലുള്ള ഒരു പെൺകുട്ടി ഇപ്പൊ ചെകുത്താൻ കയറിയ രീതിയിൽ അങ്ങനെ വയലന്റ് ആവുന്നു. എന്നിട്ട് ആ കുട്ടി ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അഖിലയാണെങ്കിൽ ആ പെൺകുട്ടിനെ പിടിച്ച് അവളെ കീഴ്പ്പെടുത്തി അവളെ ബോധം കെടുത്തുന്നു. ഇതേ സമയം തന്നെ ഈ
കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അയ്യൂബിന് ഇവിടുത്തെ അവസ്ഥ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അടുത്ത സീനില് അയാളും അഖിലയും കൂടി പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് എന്ന് അവരോട് സംസാരിക്കുന്നു. അപ്പൊ അവര് നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട അയ്യൂബ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്ന്. അത് പറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് തനിക്കൊരു പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്ന്. അപ്പൊ പ്രിൻസിപ്പാളും മടിച്ചാണെങ്കിലും ആ കാര്യം തുറന്നു പറയുന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നും നടത്തിയ പോലെ ഒരു എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ കോപ്പി അടിച്ചൊരു പെൺകുട്ടീനെ പ്രിൻസിപ്പാൾ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പാൾ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവള് സൂയിസൈഡ് ചെയ്തു. എന്ന ഈ കാര്യം പ്രിൻസിപ്പാള് പുറം ലോകം അറിയാതെ മറച്ചു. കാരണം ഈ കാര്യം അങ്ങനെ പുറത്തു പോയാൽ ഇവരുടെ സ്കൂളിലെ സ്റ്റാറ്റസ് തന്നെ നഷ്ടപ്പെടും. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേട്ട അയ്യൂബ് പറയുകയാണ്, ആ കുട്ടിയുടെ ആത്മാവാണ് ഇപ്പൊ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിരുന്ന കുട്ടികളെല്ലാം ഈ രീതിക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷം കഴിയും തോറും ആ ആത്മാവിന്റെ പ്രതികാര ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അതിന് ആ പെൺകുട്ടി തൂങ്ങി മരിച്ച സ്ഥലം എനിക്ക് ആദ്യം തന്നെ ഒന്ന് കാണണമെന്ന് അയ്യൂബ് പറയുമ്പോൾ പ്രിൻസിപ്പാൾ ആ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നാൽ ഈ സമയം അവരവിടെ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ കുട്ടി തൂങ്ങി മരിച്ച അതേ സ്ഥലത്ത് ഇപ്പൊ മറ്റൊരു ആൺകുട്ടി തൂങ്ങി മരിച്ചു നിൽക്കുവാണ്. അങ്ങനെ ഇത് കണ്ട് അയ്യൂബ് പറയുവാണ്, ഞാൻ പറഞ്ഞില്ലേ ആ ആത്മാവ് സാഹചര്യം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളിങ്ങനെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഇല്ലേ, അയാൾ ഇപ്പൊ ചെകുത്താൻ കീറിയ പോലെ വയലന്റ് ആവുന്നു. എന്നിട്ട് ഇവരെ ആക്രമിക്കാൻ വരുവാണ്. ഈ സമയം അഖിലെ അയ്യൂബും കൂടി കൂടിയിട്ട് അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ അയാളുടെ ജീവൻ നഷ്ടമാവുന്നു. അടുത്തായിട്ട് പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് എത്തി ഹാളിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് അയ്യൂബ് ചോദിക്കുവാണ്. ക്യാമറ ചെക്ക് ചെയ്യാന്നും പറഞ്ഞ് അവിടെയുള്ള ക്യാമറ ചെക്ക് ചെയ്യുവാണ് പ്രിൻസിപ്പൾ. ഈ സമയം ക്യാമറയുടെ മുന്നിലേക്ക് ഒരു കൊടൂര രൂപം ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി എത്തുന്നു. അങ്ങനെ ഈ കാഴ്ച കണ്ട് അവർ ഞെട്ടുവാണ്. ഇതേ സമയം ആ കോപ്പി അടിച്ച 4 പിള്ളേരെയും കാണിക്കുവാണ്. അവരെ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അവരവിടെ തന്നെ അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അതേപോലെ ചെകുത്താൻ കയറുന്നു. അങ്ങനെ അവൾ വയലന്റായി ബാക്കിയുള്ള കുട്ടികളെ ആക്രമിച്ച് അവരെഴുതിയ ആൻസർ ഷീറ്റ് എല്ലാം നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നു. അവർ അത്രയും നേരവും കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയതല്ലേ അത്, അതുകൊണ്ട് തന്നെ അത് നശിപ്പിച്ചു കളയാൻ അവളെ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ബാക്കി 3 പേരും കൂടി അവളെ തടയുന്നു. ഇതേസമയം ചെകുത്താൻ കയറിയ പെൺകുട്ടി സ്വയം ജീവൻ കൊടുക്കുന്നു. ഇതേസമയം പ്രിൻസിപ്പാളിനെ അയ്യൂബിനെ അഖിലേനെയും കാണിക്കുന്നു. ഇപ്പൊ അവരുടെ മുന്നിലേക്ക് അന്ന് കോപ്പി അടിച്ചതിന്റെ പേരിൽ പിടിച്ച ആ പെൺകുട്ടിയില്ലേ, അതായത് അതിന്റെ പേരിൽ മരണപ്പെട്ട ആ പെൺകുട്ടി, അവളുടെ ആത്മാവ് എത്തുവാണ്. ആ പെൺകുട്ടിയുടെ പേര് കരീന എന്നായിരുന്നു. ഇപ്പൊ ആ കുട്ടിയുടെ ആത്മാവ് അയ്യൂബിനെ ചലഞ്ച് ചെയ്യുവാണ്. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ്. എന്നിട്ട് അവിടുന്ന് ഒരു കറുത്ത പുക പോലെ ആ ആത്മാവ് മറഞ്ഞു പോകുന്നു. ഈ സമയത്താണ് പ്രിൻസിപ്പാള് കോപ്പി അടിച്ചതിന്റെ പേരിൽ ആ സെപ്പറേറ്റ് റൂമിൽ കൊണ്ടേയാക്കിയ ആ 4 പിള്ളേരെ പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അയ്യൂബിനെ അഖിലേനെയും കൂട്ടിക്കൊണ്ട് അവർ നേരെ അങ്ങോട്ട് എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന 4 പേരിൽ 2 പേര് മരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. മറ്റു 2 പേരും അവിടുന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ പ്രിൻസിപ്പാളും അയ്യൂബും അഖിലേയും കാണുന്നത് അവിടെ മരിച്ചു കിടക്കുന്ന 2 പേരെയാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു കാണും. അവരെ എത്ര വേഗം കണ്ടെത്തണമെന്നും പറഞ്ഞ് അവര് 3 പേരും കൂടി ആ കുട്ടികളെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ 2 കുട്ടികളെ പിന്നെ ലിൻഡ എന്ന് പറയുന്ന ആ കുട്ടീനെ അങ്ങനെ അവരെ 3 പേരെയും ഇവര് കണ്ടുപിടിക്കുവാണ്. അറ്റ് ദ സെയിം ടൈം അവിടേക്ക് കരീനന്റെ ആത്മാവ് എത്തുന്നു. എന്നിട്ട് ഇപ്പൊ ആ 3 കുട്ടികളെയും ആക്രമിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് അയ്യൂബും അഖിലേയും കൈ കെട്ടി നിൽക്കുന്നില്ല. അവരിപ്പോ കരീനയ്ക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അതിൽ അയ്യൂബിനും അഖിലേക്കും കുറെ അധികം പരിക്ക് പറ്റുന്നു. കുറച്ചേരം കഴിയുമ്പോഴേക്കും പരിക്ക് കുറച്ച് കൂടുതലാവുന്നുണ്ട്. അയ്യൂബിന്റെ അവസ്ഥ മോശമാവുകയാണ്. അങ്ങനെ അയാളെ സേവ് ചെയ്യാൻ വേണ്ടി ഇവര് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് കഴിയുന്നില്ല. ഇനി ഈ സ്കൂളിലുള്ള കുട്ടികളെയും ഇവരെല്ലാരെയും നീ വേണം സേവ് ചെയ്യാൻ, നിന്നെ കൊണ്ട് എന്തായാലും അത് സാധിക്കും, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം അഖിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയ്യൂബ് മരിക്കുവാണ്. മരിക്കുന്നതിന് മുമ്പ് അയ്യൂബ് ഉജാൻ എന്ന് പറയുന്നുണ്ട്. ഈ വേട് കേൾക്കുന്ന സമയത്ത് പ്രിൻസിപ്പാൾ പെട്ടെന്നൊരു കാര്യം ആലോചിക്കുന്നു. പ്രിൻസിപ്പാളിന്റെ ചെറുപ്പകാലത്ത് അവരുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉജാൻ. നാട്ടിൽ മന്ത്രവാദവും കൂടോത്രവും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രവാദിയായിരുന്നു ഉജാൻ. കന്യകമാരായ പെൺകുട്ടികളെ പിടിച്ചോണ്ട് വന്ന് ചാത്താന് നരബലി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ. അതിലൂടെ അമാനുഷികമായിട്ടുള്ള ഒരുപാട് പവേഴ്സ് അയാൾ അങ്ങനെ മേക്ക് ചെയ്തു. അങ്ങനെയിരിക്കുന്ന സമയത്ത് അയാളുടെ ആ വലയില് അന്ന് കുട്ടിയായിരുന്ന നമ്മുടെ ഈ പ്രിൻസിപ്പാളും പെട്ടിട്ടുണ്ടായിരുന്നു. അവര് മാത്രമല്ല അവരെ പോലെ ഒരുപാട് ചെറിയ പെൺകുട്ടികൾ അയാളുടെ വലയിൽ വീണായിരുന്നു. അങ്ങനെ അവരെ ഓരോരുത്തരായിട്ട് ബലി കൊടുത്ത് നമ്മുടെ കുട്ടി പ്രിൻസിപ്പാളിനെയും കൊല്ലാൻ ശ്രമിക്കുന്ന സമയം അവിടേക്ക് കറക്റ്റായിട്ട് പ്രിൻസിപ്പാളിന്റെ അച്ഛൻ അയ്യൂബിനെയും കൂട്ടിക്കൊണ്ടെത്തുന്നു. അത് അയ്യൂബ് അന്ന് മുതലേ ഒരു ഗോസ്റ്റ് ഹണ്ടർ ആയിരുന്നു. അങ്ങനെ അവിടേക്ക് എത്തി അയ്യൂബും പ്രിൻസിപ്പാളിന്റെ അച്ഛനും കൂടി ഉജാനിൽ നിന്ന് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളെ സേവ് ചെയ്യുന്നു. അതിൽ അയ്യൂബ് ഉജാനെ കീഴ്പ്പെടുത്തി അയാൾ ഇനിയും ജീവിച്ചിരുന്ന നാടിന് തന്നെ ആപത്താണെന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് അയാളെ ജീവനോടുകൂടി തീ കൊളുത്തി കൊല്ലുന്നു. അങ്ങനെ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയ ഉജാന്റെ ആത്മാവ് ഒരു ഉഗ്രശക്തിയായി ദുരാത്മാവായി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിൻസിപ്പാളിന് അയ്യൂബിനെ അന്ന് മുതലുള്ള പരിചയമാണ്. എന്നാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ആ കോപ്പി അടിച്ച കുട്ടീനെ പിടിച്ച് പ്രിൻസിപ്പാൾ ശരിക്കും ഒന്ന് കുടഞ്ഞപ്പോ അതിന്റെ മനോവിഷമം കൊണ്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തപ്പോ അവളുടെ ആത്മാവിനോടൊപ്പം അലഞ്ഞു തിരിയുന്ന ഉജാന്റെ ആത്മാവും കൂടി. അങ്ങനെ 2 ആത്മാക്കളും കൂടിയിട്ടാണ് ഈ സ്കൂളിൽ ഇത്രയധികം കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയത്. അങ്ങനെ ഇപ്പൊ മരിക്കുന്ന സമയത്ത് ഇതെല്ലാം മനസ്സിലാക്കിയ അയ്യൂബ് അവർക്കും കൂടി അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഉജാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ പ്രിൻസിപ്പാൾ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അതെല്ലാം അഖിലേനോടും തുറന്നു പറയുന്നു. ഈ സമയം അഖില പറയുകയാണ്, നമ്മുടെ മുന്നിൽ സമയമില്ല, ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഇങ്ങനെയും പറഞ്ഞ് അവരെന്തൊക്കെ പൂജകൾ അവിടെ ചെയ്യാൻ തുടങ്ങുവാണ്. അതിന് മരിച്ചുപോയ കരീന ഒന്ന് എക്സാം എഴുതിക്കൊണ്ടിരുന്ന ആ സീറ്റില് ആരെങ്കിലും ഇരിക്കാൻ തയ്യാറാവണം, അവരെ വെച്ച് വേണം ആ പൂജ ചെയ്യാൻ. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് ഞാൻ ആ സീറ്റിൽ ഇരുന്നോളാന്ന് പ്രിൻസിപ്പാൾ പറയുവാണ്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന പൂജ എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റിൽ പ്രിൻസിപ്പാളിനെ ഇരുത്തി അവിടേക്ക് കരീനന്റെ ആത്മാവിനെ എത്തിച്ച് അവളുടെ ആത്മാവിന്റെ ശക്തിയിൽ നിന്ന് ഉജാന്റെ ശക്തിനെ വേർപെടുത്തണം. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ട ചടങ്ങുകളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി അവരാ പ്രോസസ്സിലേക്ക് ഇറങ്ങുവാണ്. ഈ സമയം അവർ രണ്ടുപേരും ഉജാൻ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്തിലേക്ക് ഭൗതികമായി എത്തുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ അന്ന് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആ കർമ്മങ്ങളെല്ലാം ഇപ്പൊ അവർക്ക്
കാണാൻ കഴിയുന്നുണ്ട്. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മങ്ങളല്ല, അതായത് ഈ വിഷ്വൽസ് എല്ലാം പാസ്റ്റിലേക്ക് പോയി കേട്ടോ. സോ ഞാൻ പറഞ്ഞു വരുന്നത് പാസ്റ്റിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്ന ആ കർമ്മങ്ങളല്ല ഇപ്പൊ അവർ മുടക്കുന്നതായിട്ട് കാണിക്കുവാണ്. ഇതേ സമയം തന്നെ ആ ഹാളിലുണ്ടായിരുന്ന ആ സീറ്റില്ലേ, അതായത് കരീന ഇരുന്ന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്ന ആ സീറ്റ് ഇപ്പൊ അഖില പ്രിൻസിപ്പാളിനെ ഇരുത്തി പൂജകളെല്ലാം ചെയ്ത ആ സീറ്റ്, അതിന് ചുറ്റും കുറച്ച് മെഴുകുതിരികളുണ്ടായിരുന്നു, അതല്ലേ ഇപ്പൊ സ്വയം കത്തുന്നു. ഈ പൂജകളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഖില അവിടെയുള്ള കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഈ പ്രോസസ്സിലേക്ക് ഇറങ്ങിയ ഒരു ഘട്ടത്തില് ഇവിടെ ഇരിക്കുന്ന ഈ മെഴുകുതിരികളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കത്തുമെന്ന്. അങ്ങനത്തെ കത്തിയ ഉടനെ തന്നെ നിങ്ങൾ ഈ സീറ്റിന് തീ കൊളുത്തണമെന്ന്. അങ്ങനെ ഈ മെഴുകുതിരികൾ കത്തുന്നത് കാണുമ്പോൾ അഖില പറഞ്ഞ പോലെ അവർ ആ സീറ്റിന് തീ ഇടുന്നു. അങ്ങനെ തീ കത്തി തുടങ്ങുന്ന സമയം ഉജാന്റെ ആത്മാവ് കരീനന്റെ ആത്മാവിൽ നിന്ന് വേർപെടുവാണ്. ഉജാന്റെയും കരീനന്റെ ആത്മാവ് ഇവിടുന്ന് ഇല്ലാതാവുന്നതോടെ കരീനയോട് ആ തെറ്റ് ചെയ്താൽ ഞാനും ഇല്ലാതാവട്ടെ എന്ന് വിചാരിച്ച് പ്രിൻസിപ്പാളും ആ തീയിലേക്ക് എടുത്ത് ചാടുവാണ്. അങ്ങനെ ആ തീയില് ഉജാന്റെ ആത്മാവിനോടൊപ്പം നമ്മുടെ പ്രിൻസിപ്പാളും കത്തിയാൻ വരുന്നു. അത് മാത്രമല്ല ആ സ്കൂൾ മുഴുവൻ കത്തിപ്പോവാണ്. തന്റെ ജീവൻ ബലി കഴിപ്പിച്ചാൽ മാത്രമേ ഉജാന്റെ ആത്മാവിന് സമാധാനമാവുള്ളൂ എന്ന് പ്രിൻസിപ്പാളിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് പ്രിൻസിപ്പാൾ അങ്ങനെ ചെയ്തത്. ഇതേസമയം ബാക്കി അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും കൊണ്ട് അഖില പുറത്തേക്ക് ഓടുന്നു. അങ്ങനെ പുറത്തേക്ക് ഓടിയെത്തിയ അവര് കത്തി അമരുന്ന ആ സ്കൂളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാണ്. അങ്ങനെ നടന്ന കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഭയന്ന് നിൽക്കുവാണ് അവരെങ്കിലും ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു ആശ്വാസവും അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ ഈ ഒരു ക്ലോസ് കാണിച്ചുകൊണ്ടാണ് മൂവി എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് ഈ മൂവി ഫീൽ ചെയ്തു. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പൊ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ.